ലൂസിഫറിൽ ചാൻസ് വെച്ചു, ബ്രോഡാഡി ചാൻസ് വെച്ചു, ഇമ്രാനിൽ ചാൻസ് വെച്ചു. ഇമ്രാനിൽ അങ്ങോട്ട് തിരിച്ചു നിർത്തി അജു ചേട്ടനാണെന്ന് ഒരു വാർത്തയൊക്കെ ഞാനും കണ്ടു. ചുമ്മാ ആഗ്രഹിച്ചു പോയി ഞാനാവട്ടെ. ആവണേന്ന്. ആക്ടർ വിജയ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം സിനിമ നിർത്തി. ജോമോന് നാളെ ഡേറ്റ് ഇല്ല. അപ്പൊ എല്ലാരും എന്നെ നോക്കി അജുവിനൊന്ന് സഹായിക്കാവോ. അപ്പൊ ഒരു നിമിഷം ഞാനൊന്ന് ജോമോന് വേണ്ടി നാളെ ക്യാമറ ചെയ്യേണ്ടി വരുമോ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ട്രോളിയിൽ മുകളിലെത്തി. ബേസിൽ ജോസഫ് കുസൃതിക്ക് എന്താ ഇംഗ്ലീഷ്? നോട്ടി. അതന്നെ. ഓക്കെ. അടുത്തൊന്നും ഞാൻ അങ്ങനത്തെ കുട്ടത്തെ ആസ്വദിച്ചുള്ള ഒരു വലിയ പേരാണ് മോഹൻലാൽ സാർ. പ്രണവ് വെരി ഗുഡ് ബോയ്. മൂന്നാറിലാണ്. ആ വെളുപ്പിന് 3 മണിക്ക് നമുക്കിന്ന് കൊച്ചി പോവാന്ന് പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞ് പോയത് വന്നതിന് ഒരാൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരുള്ളതുകൊണ്ട് സിനിമയിൽ നിലനിൽക്കുന്ന വ്യക്തി. എനിക്കത് ഭയങ്കര അഭിമാനമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ നിൽക്കുന്നത്. കോക്കിന്റെ ഒക്കെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഉണ്ണിയുടെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒക്കെ അങ്ങനത്തെ ആരും ഹൂവർ പ്രേക്ഷകരുടെ ക്രിറ്റിസിസം ഞാൻ അതിനെ റൈറ്റ് ആയിട്ട് കാണാറുണ്ട്. അവർ മോശം എന്ന് പറയുമ്പോൾ അവർ വെറുതെ പറയില്ല. ഞാൻ ആദ്യം യൂണിഫോം ഇടിച്ച ആളാ. ഐശ്വര്യമുള്ള യൂണിഫോം കൈയാട്ടോ. 10 യൂണിഫോം ഇട്ടു ഇതുവരെ. മറ്റേ ഹിന്ദിയിൽ പോയിട്ട് മിലി എടുത്തല്ലോ. അപ്പൊ അജു ചേട്ടനെ എന്താ കൊണ്ടുപോകാതിരുന്നത്? അവൻ പ്ലീസ് എ ആർ റഹ്മാൻ സാറിനെ കാണാൻ പോയപ്പോഴേലും ചോദിച്ചു അവനോട്. അവൻ കൊണ്ടുപോയില്ല. ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യേണ്ട വ്യക്തികളിൽ ഒരെണ്ണമാണ്. 15 yearsന്റെ I never thought എനിക്ക് ഇവിടെ ഒരു ഭാഗമാകാൻ പറ്റും. ആദ്യം മലർവാടി കണ്ടപ്പോൾ ഇവനൊക്കെ ഇങ്ങനെ വന്നേ 15 വർഷം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഈ 15 yearsൽ എപ്പോഴെങ്കിലും വേറെ പണിക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ജോലി ഏതാണ്? സിനിമയുടെ ഉള്ളിലെ മറ്റു പണികൾ ചെയ്യണമെന്ന് ആലോചിച്ചു. അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അവർക്ക് ലവ് ആക്ഷൻ ഡ്രാമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാക്കപ്പ് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോ പ്രൊഡ്യൂസർ ആണല്ലോ. അവിടെ ഭയങ്കര ചർച്ച. എന്തൊരു പ്രശ്നം. അപ്പൊ പ്രശ്നം പുതിയതല്ലല്ലോ. എന്താണെന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ ഒരു പെഗ് ഒഴിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്താ പ്രശ്നം എന്നിരിക്കുമ്പം ജോമോന് നാളെ ഡേറ്റ് ഇല്ല. ജോമോന്റെ സ്കൂളിലെ ഫംഗ്ഷന് പോണം. അപ്പൊ ഇത്ര ഞാൻ കേട്ടുള്ളൂ. അപ്പൊ എല്ലാരും എന്നെ നോക്കി അജുവിനൊന്ന് സഹായിക്കാവോ. അപ്പൊ ഒരു നിമിഷം ഞാനൊന്ന് ടെൻഷനായി. ജോമോന് വേണ്ടി നാളെ ഞാൻ ക്യാമറ ചെയ്യേണ്ടി വരുമോ. അപ്പൊ എന്റെ ചെന്ന് അങ്ങോട്ടാ പോയെ. അപ്പൊ ഞാൻ വിചാരിച്ചു അനീഷ് എന്ന് പറഞ്ഞ അനീഷേട്ടനുണ്ട് ജോമോന്റെ കൂടുള്ള. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ട്രോളിയിൽ മുകളിലെത്തി. പക്ഷെ അവര് ചോദിച്ചെന്താ ആ പരിപാടിക്ക് ഞാൻ നാളെ പോവുന്ന. ശരി. അപ്പൊ അതെനിക്ക് അന്ന് ഒരു ദിവസം ആഗ്രഹിച്ചു ചെയ്യണമെന്ന്. പക്ഷെ അല്ലാതെ താല്പര്യമില്ല. അസിസ്റ്റന്റ് ഡയറക്ഷൻ ഇനി ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഏത് ഡയറക്ടറിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നാണ് ഇനി ആഗ്രഹിച്ചിരിക്കുന്നത്? എമ്പുരാനിൽ ചാൻസ് ചോദിച്ചായിരുന്നോ? ലൂസിഫറിൽ ചാൻസ് വെച്ചു, ബ്രോഡാഡി ചാൻസ് വെച്ചു, ഇമ്രാനിൽ ചാൻസ് വെച്ചു. ഇമ്രാനിൽ അങ്ങോട്ട് തിരിച്ചു നിർത്തി അജു ചേട്ടനാണെന്ന് ഒരു വാർത്തയൊക്കെ ഞാനും കണ്ടു. ചുമ്മാ ആഗ്രഹിച്ചു പോയി ഞാനാവട്ടെ. ആവണേന്ന്. അത് ഞാനല്ലാതെ എനിക്കറിയാം. ഞാനല്ലാതെ റിലീസിന്റെ മുമ്പ് എനിക്കറിയാം. പക്ഷെ നമ്മൾ വെറുതെ അത് ഞാനായിരുന്നെങ്കിൽ എന്നൊന്നും ആഗ്രഹിച്ചു. ആരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നാണ് അജുചേട്ടന് ഒരു ഇനി ആഗ്രഹമുള്ളത്? ആക്ടർ വിജയ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. വിജയ് സാർ. ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം സിനിമ നിർത്തി. ഞാൻ ആഗ്രഹിച്ചു വരുമായിരുന്നു. ആഗ്രഹം പണ്ടേ ഉണ്ട്. ഈ അടുത്ത് ഞാനൊന്ന് തമിഴിലൊക്കെ ചാൻസ് വെച്ച് തുടങ്ങി. അപ്പോഴാണ് ഈ പരിപാടി സിനിമ നിർത്തുവാണ്. ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്ത ഷോട്ട് വിഷ്ണു ഫീനിക്സ് 40 ഷോട്ട് മേലെ. അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ വിഷ്ണു ഭരതൻ. ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ ഫിലിം മൊമെന്റ്? ലാൽ സാർ പെരിച്ചാഴി. വേറെ ഉണ്ട് മൊമെന്റ്സ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു 10-25 ദിവസം അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ തിരക്കുകളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുക. നാട്ടിലുള്ളപ്പോൾ അദ്ദേഹത്തിന് വരുന്ന അത്രയും ഫോൺ കോളുകളോ തിരക്കുകളോ ഫാൻസിനെയോ മീറ്റിംഗ്സോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ധ്യാൻ ഓർ വിനീതേട്ടൻ? രണ്ടുപേരാ. ഇപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ ധ്യാനായിരിക്കും. മറ്റേ ഞാൻ പറഞ്ഞില്ലേ വിനീതിനെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. ഈസി കോൾ ചിലപ്പം ധ്യാനായിരിക്കും. കുറച്ചും കൂടി ചിന്തിച്ച് എനിക്ക് ഒരു കാര്യം എനിക്കൊരു സൊല്യൂഷൻ വേണം, എനിക്ക് പറ്റുന്നില്ല ഹാൻഡിൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു എസ്കലേറ്റഡ് കോളാ. അത് VP ഒക്കെ വിളിക്കുന്ന പോലെ ഇത് അപ്പുറത്തെ ഫ്ലോറിൽ അളിയാ ഇത് വിളിക്കുന്നത്. ഈസി ആക്സസീവ് ആയിരിക്കും. നീരജിന്റെ ഫേവറേറ്റ് റാപ്പ് ഇപ്പൊ സെറ്റിലൊക്കെ ഇങ്ങനെ ഓൾഡ് സ്കൂൾ ലേഡി ഇഷ്ടായിട്ടോ? ഓൾഡ് സ്കൂൾ ലേഡി അല്ലേ? പ്രസന്റ് അതാണല്ലോ അവന്റെ ലേറ്റസ്റ്റ്. അത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടമായി. ഈ സെറ്റിലൊക്കെ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ആളാണോ നീരജ്? അല്ല. ഇപ്പോഴത്തെ നീരജ് അല്ല കേട്ടോ പറഞ്ഞു. ഇപ്പൊ നീരജ് ഒരുപാട് മാറി. നീരജ് കുറച്ചും കൂടിയൊക്കെ മെച്ചുവർ ആയി. അപ്പൊ അവൻ എന്താണോ എന്നോട് ആവരുതെന്ന് പറഞ്ഞ ഇപ്പൊ അവനായി. നീരജ് എപ്പോഴും ജമ്പിങ് എനർജി. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുട്ടി ഉണ്ടാവില്ലേ, അതായിരുന്നു നീരജ്. പ്രണവിന്റെ സീക്രട്ട് ഇൻസ്റ്റ ഹാൻഡിൽ നെയിം? ഞാൻ ഇൻസ്റ്റ ഉപയോഗിക്കുന്നില്ല.
പാളിപ്പോയി. ഹീറോ ഓർ വില്ലൻ? വില്ലൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോയിൻ? ഉർവശി ശോഭന. ഒരുമിച്ച് അഭിനയിച്ചോ? ഉർവശി മാമിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശോഭന മാമിനെ കണ്ടിട്ട് പോലും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? വൈഫ് ഉണ്ടാക്കുന്ന ഫുഡാണോ, അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണോ? വീട്ടിലെ ഫുഡ്. അജുവിന്റെ സുവിശേഷം 11:10. രമേശ് പിഷാരടി ചേട്ടന്റെ ആവശ്യമില്ലാത്തൊരു ഇംപ്രവൈസേഷൻ ആയിരുന്നു. പക്ഷെ അജുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ റീല് ഭയങ്കരമായിട്ട് ഓടി. ഓർമ്മയുണ്ടോ? ഉണ്ട്. പ്രകൃതി എല്ലാത്തിലും മുകളിലാണ്. പ്രതികാൽ മുകളിൽ മനുഷ്യനല്ല. ഏറ്റവും പേടിയുള്ളൊരു കാര്യം? അങ്ങനെയൊന്നുമില്ല. ഇല്ല. അനിമൽസിനെ അങ്ങനൊന്നും പാമ്പ്. പാമ്പിനെ പേടിയാണ്. ഓക്കെ അജുട്ടാ, അപ്പൊ നമുക്കൊരു വീഡിയോ കാണാവേ. അജു, എന്നെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മക്കളൊക്കെ എന്ത് പരിവായി? അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊന്നും കാണാറില്ലല്ലോ. ഈ ആന്റി കോതമംഗലത്തുള്ള ഒരു ആന്റിയാണ്. ജെസ്സി എന്നാണ് ആന്റിയുടെ പേര്. ബാജു ചേട്ടന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ, മക്കളൊക്കെ എത്ര വയസ്സായി അവർക്ക്? 10 and 8. അവരെ ഈ റീസെന്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പബ്ലിക് കാണിക്കുന്നില്ല. അതുകൊണ്ടല്ല, അവര് തന്നെ എന്റെ ചെലവിൽ അങ്ങനെ ഫേമസ് ആവണ്ട. വേണേ കഷ്ടപ്പെട്ട് ഫേമസ് ആവട്ടെ. ഓക്കെ, ശ്രീനിവാസൻ ചേട്ടൻ ചെയ്ത പോലെ അല്ലേ? വേണമെങ്കിൽ സാറ് ചെയ്തോണ്ടല്ലേ എനിക്കും അതിനോട് തന്നെ താല്പര്യമുള്ളൂ. പറ്റുന്ന രീതിയിലൊക്കെ കയറി വരാൻ നോക്കിയാലും ഞാൻ ഒഴിവാക്കാനും നോക്കും. ശരി. ഓക്കെ, അപ്പം അജിചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അജിചേട്ടൻ്റെ തന്നെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മാത്തുക്കുട്ടി സേവ്യർ ആൻഡ് അഹമ്മദ് കബീർ. രണ്ടുപേരെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിളിച്ചപ്പോൾ ഇവരെല്ലാം അജിചേട്ടൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞത് വളരെ അഹമ്മദ് ആണെങ്കിൽ ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഇപ്പോൾ വരുന്നത്. മറ്റേ കേരള ക്രൈം ഫയൽസിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് 2 അല്ലേ? അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങളെ ഷോയിൽ വന്നതിൽ. ആദ്യം യൂണിഫോം ഇടിച്ച ആളാ. അതെ, യൂണിഫോം കൈയാട്ടോ. അതെ, പിന്നെ 10 യൂണിഫോം ഇട്ടു 10 ഇതുവരെ. എല്ലാം കൂടെ ഉൾപ്പെടെ പോലീസ് 10 പ്രാവശ്യമായി. മാത്തുക്കുട്ടീനെ കാണുമ്പോൾ അടുത്ത് കിട്ടുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഈ ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യനിൽ അത്രയും പരുക്കനായിട്ടുള്ള ഒരു പോലീസുകാരനോട് താങ്കൾ എങ്ങനെ കണ്ടുപിടിച്ചു? ശരിക്കും ആൽഫ്രഡ് കോ-റൈറ്റർ ആൽഫ്രഡ് ആണ് ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് അജു ചേട്ടൻ കാരണം തന്നെയാണ്. കാര്യം അജു ചേട്ടൻ നോബിളേട്ടന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, നോബിളേട്ടൻ വിനീതന്റെ. അപ്പോൾ നീ ഒരു പരിപാടി ചെയ്യുവാണെങ്കിൽ അതിൽ എന്തെങ്കിലും ചെറിയ ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ചെയ്യാൻ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ശരിക്കും ആലോചിക്കുന്നത്, ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനു വിളിക്കും, ഇതിനകത്ത് വേറെ ഇല്ല ആക്ച്വലി. ഹെലൻ കാണുമ്പോൾ അറിയാം. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് ആലോചിച്ചാലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആൽഫ്രഡ് പറഞ്ഞത് പോലീസ് ചിലപ്പോൾ രസം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. ശരിക്കും ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അജിചേട്ടൻ പറഞ്ഞിരുന്ന കാര്യത്തിൽ നിന്ന് തന്നെയാണ് ആക്ച്വലി നമുക്ക് കാണുമ്പോ അങ്ങോട്ട് ദേഷ്യം വരുന്ന തരത്തിലുള്ള ഒരു ആളല്ലേ. ഓദർ സപ്പോർട്ട് ഹ്യൂജ് ആണ്. നമ്മൾ എഡിറ്റ് അന്നാബെന്ന് അവിടെ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ രതീഷിന്റെ ഇവിടുത്തെ സഹകരണം ഇല്ലായ്മ കാണിക്കുക. ഇച്ചിരി മാറ്റി കാണിച്ചാൽ അത് മാറുക. പ്രിയൻ സാറിന്റെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞ ഓർക്കുന്നുണ്ട്, ക്രക്സ് എന്ന് പറയുന്നത്. പിന്നക്കിൾ ടോപ്പ് പോയിന്റിലാണ് എല്ലാ ഇമോഷനും. അവിടെ നമ്മള് രതീഷിന്റെ സഹകരിക്കൽ ഇല്ലാതെ വരുമ്പോഴാണ് ഏറ്റവും ഈ പറഞ്ഞ ദേഷ്യം വരുന്നത്. നമുക്ക് ദേഷ്യം വരുന്നത്. ഒന്ന് സഹായിച്ചൂടെ എന്നൊക്കെ നമ്മൾ മനസ്സിലറിയാതെ വിചാരിച്ചു. അഹമ്മദിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മൂവിയിൽ ചേട്ടനുണ്ടല്ലോ, ഒരു വർക്കലയിലെ അല്ലെ അടിപൊളി ഹിപ്പി മൂഡ് സാധനത്തിലാണ് ഹിമാലയത്തിൽ നിന്നൊക്കെ വരുന്ന പോലത്തെ ഡ്രസ്. ആ ഒരു ക്യാരക്ടർ ആലോചിച്ചപ്പോ വേറെ ആള് പകരം വെക്കാൻ ഇല്ലായിരുന്നു. എങ്ങനെയായിരുന്നു അജിചേട്ടനിലേക്ക് എത്തിയത്? നമ്മുടെ ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിജയ് സാറിന്റെ അടുത്ത് നറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ 2 പേരുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ അജിചേട്ടൻ തന്നെയായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഫോൺ വിളിക്കുന്നത്. വിജയ് സാർ അജിചേട്ടനെ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നു, ഇങ്ങനൊരു പരിപാടി ഉണ്ട്, കഥയൊന്നും കേൾക്കുന്നില്ല. അതിന് മുമ്പ് അജിചേട്ടൻ ഞാൻ ചെയ്യുക. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഫോണിലൂടെ സംസാരിച്ചതും ലുക്കും എല്ലാം ഞങ്ങൾ ആക്ച്വലി സെറ്റിലാണ് ആദ്യം കാണുന്നത്. ലുക്കെല്ലാം ഫോണിലൂടെ വർക്കല ക്ലിഫിലായിരുന്നു ഷൂട്ട്. അങ്ങനെയാണ് കാണുന്നത്. അത് ശരി. അത് കഴിഞ്ഞ് കേരള ക്രൈം ഫയൽസിലേക്ക് വരുമ്പോഴത്തേനും അല്ലെ അത്രയും വളരെ അദ്ദേഹം തുടങ്ങി വിട്ടതിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഇപ്പം മലർവാടിയും തട്ടം തന്ന പോലെയാണ്. 2 വ്യക്തികളാണെന്ന് ഞാൻ കാണുന്നുള്ളൂ. ഒരാൾ ഒരു സാധനം നമ്മൾ ഇട്ട് കംഫർട്ടബിൾ ആക്കുക ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പോലീസ് വേഷം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച ആളല്ല. ജീവിതത്തിൽ തമാശ വേഷങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ SI രതീഷ് എൻ്റെ ജീവിതത്തിൽ ഒരാളും തരും എന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. കോമഡി ചെയ്ത് നടക്കുന്ന സമയമല്ലേ. എനിക്ക് ബേസിക്കലി അച്ഛൻ്റെ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള റോളുകൾ
നമ്മുടെ കുഞ്ഞിരാമായണം അന്നേരത്തെ. അപ്പൊ ഞങ്ങൾ ബേസിക്കലി നമുക്ക് അങ്ങനെ എഴുതാൻ അറിയില്ല, അതുകൊണ്ട് നമ്മുടെ സ്പേസിൽ അയച്ചെണ്ണ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതിലാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും പേഴ്സണലി ഞങ്ങൾ പറയാറുള്ള ക്യാരക്ടേഴ്സിൽ അയച്ചെന്റെ പിന്നെ പേരല്ലൂരിലെ പരിപാടി അർജുന അശോകനെ ഞാൻ കോപ്പി അടിച്ചു. ഓക്കെ, എനിക്ക് രോമാഞ്ചം കോപ്പി അടിക്കുക അങ്ങനല്ല, അവന്റെ ചിരിയൊക്കെ കൊണ്ട് ഇതുപോലെ ഇപ്പം അജിചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഗ്രൂമിങ് അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറായി മാറാൻ വേണ്ടിയിട്ട് ഇന്ന തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് അജിചേട്ടൻ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ അജിചേട്ടൻ അതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സാധനമാണ് ഇതിനകത്ത് രതീഷ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിലേക്ക് വരുമ്പം പൊളിച്ചെടുക്കേണ്ടത് അല്ലേ? ആ ഒരു ഫോർമേഷന് വേണ്ടിയിട്ട് അജിചേട്ടനെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയൊക്കെയായിരുന്നു? ഗ്രൂമിങ് കൊടുത്തോ? എങ്ങനെയൊക്കെയായിരുന്നു അത്? ശരിക്കും അജിചേട്ടൻ ആ സമയത്ത് കണ്ടിന്യൂസ്ലി റോൾസ് എടുക്കുന്ന സമയമാണ്. അജിചേട്ടൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷൂട്ടിന് വരുന്നത് തന്നെ വേറെ ഏതോ സെറ്റിൽ തീർത്ത് ടയർഡായിട്ട് വരുന്നത്. അപ്പൊ അജിചേട്ടൻ ഓൾറെഡി ക്രാങ്കി ആയിരുന്നു. ആക്ച്വലി അജിചേട്ടനാണെങ്കിൽ മറ്റേ മൊത്തത്തിൽ മടുത്ത് വന്നു, പക്ഷെ നോബിളേട്ടൻ വിളിച്ചു എന്നുള്ള സംഭവത്തിലാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ആക്ച്വലി എക്സൈറ്റഡ് ആണ്. എനിക്കറിയാം. അപ്പോ ബേസിക്കലി നമ്മള് സെറ്റില് വന്നിട്ട് നമ്മള് ആ തുടക്കത്തിൽ അയച്ചേട്ടൻ വന്ന ഒരു മൂഡില് അയച്ചേട്ടൻ ഒരു ഹറി ബറി പരിപാടിയിലാണ് നിൽക്കുന്നത്. ഞങ്ങള് തുടക്കത്തില് ഭയങ്കര ഒരു കമ്പനി അവസ്ഥയില്ല, നമ്മൾ പിന്നെയാണ് അന്നേരം സെറ്റിലാണ്. കഥ പോലും കേട്ടിട്ടില്ല, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അയച്ചേട്ടൻ അറിയില്ല. അയച്ചേട്ടൻ വിനീതേട്ടനിലും നോബിളേട്ടനിലും ഉള്ള ട്രസ്റ്റിലാണ് അയച്ചേട്ടൻ നമ്മുടെ സെറ്റിൽ വരുന്നത്. അപ്പോ വന്നു. ട്രസ്റ്റ് എന്നുള്ള പ്രശ്നമൊന്നുമില്ലടാ, നമ്മളെല്ലാരും കൂടെ ഒരു പരിപാടി ചെയ്യുന്നു, നമ്മൾ സഹകരിക്കുന്നു. എന്നിട്ട് പിന്നെ അയച്ചേട്ടൻ നമ്മള് ഓരോ സീൻ ബൈ സീൻ ആണ് കേട്ടിട്ടുള്ളൂ. ലാൽ സാറിന്റെ അടുത്ത് നമ്മൾ പറയുന്നത് ആദ്യം എടുത്തത് ലാൽ സാറും അന്നയും കൂടെ അന്നയല്ല സോറി ആരോ കൂടെ വന്ന് പരാതി ഫ്രണ്ട് അവരുടെ അടുത്ത് ഞാൻ എന്തോ പറയുന്ന ആദ്യം എടുക്കുന്നത്. അപ്പൊ എന്റെ ഒരു ധൈര്യം കൂടെ ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാൽ സാറാണ് അപ്പുറത്ത്, ഒക്കെ അറിയാം ദ ഡയറക്ടർ ഹി വാസ് വൺസ്, പിന്നെ ഡയറക്ടർ ചെയ്യാത്തോട്ടോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു സക്രിയ ചെയ്തപ്പോഴും ഞാൻ ഒരു ഷോട്ട് എടുത്തിട്ട് ഞാൻ സാറിന്റെ അടുത്തേക്ക് അപ്പൊ ആദ്യത്തെ ടേക്ക് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അപ്പൊ അദ്ദേഹം മധുകുട്ടി വൺ മോർ വിളിച്ചു. പക്ഷെ അന്ന് എനിക്ക് വൺ മോർ വിളിച്ച ചെറിയ ഇത് വരുന്ന സമയം ടെൻഷൻ അല്ല ദേഷ്യം വരും, ഈഗോ. ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്, ഒരു ഈഗോ ഉണ്ടാവും, ഒരു ആക്ടേഴ്സ് ഈഗോ. നമ്മൾ ശരിയാണെന്ന് വിശ്വസിച്ച് ചെയ്തൊരു സാധനമാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തോട് ദേഷ്യം. പക്ഷെ അങ്ങനെ അത്ര എനിക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ബേസിക്കലി അജു ചേട്ടന് ഹ്യൂമർ ചെയ്തിട്ട് അയച്ചേട്ടൻ അത് ചെയ്യാൻ വരുന്ന സമയത്ത് അയച്ചേട്ടൻ ഒരു ടേക്ക് ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്ന ഊദ്ര എന്ന് പറയുന്ന സാധനം ആക്ച്വലി ദേഷ്യപ്പെടുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ദേഷ്യം അയച്ചേട്ടൻ ശരിക്കും ഇടുന്നുണ്ടായിരുന്നു. ഇത് ഊദ്ര എന്നുള്ള സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അയച്ചേട്ടൻ സിമ്പിളായിട്ട് ഊദ്ര എന്ന് വെറുതെ പറയിപ്പിച്ചിട്ട് നമ്മൾ ടേക്ക് കാണിച്ച് അയച്ചേട്ടൻ ചോദിച്ചു ഇത് മതിയോ എന്ന് ചോദിച്ചായിരുന്നു. ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈ മീറ്റർ ഉണ്ടല്ലോ ഹ്യൂമറിന് കുറച്ച് ഒരു പൊടിക്ക് ഹൈ, ഇതിനത് വേണ്ടെന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ കയ്യിൽ തുടക്കത്തിൽ കറക്ഷൻ ഉള്ളത്. അതായിരുന്നല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം. ഇത് ഈ വേഷങ്ങൾ ചെയ്യുമ്പോൾ അത് വേണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ ലേണിംഗ് പ്രോസസ് ഉണ്ടല്ലോ, അത് ഹ്യൂജ് ആണ്, നമ്മളെ പഠിപ്പിച്ചു തരാം. അത് എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ഉള്ളിൽ ഫേസ് ചെയ്യുന്നുണ്ട്, നമുക്കത് അറിയില്ല. ഈ അറിയാതെ വരുമ്പോൾ നമ്മൾ എന്താ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത്, എന്താണ് മെത്തേഡ്, നമുക്കൊരു കാര്യം കിട്ടുന്നില്ല. ദേഷ്യം അല്ലേ, പലപ്പോഴും ദേഷ്യം എന്താണ്, സെൽഫ് ഈഗോ ആണ്. നമുക്കത് നന്നായി ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പൊ കാണിക്കാൻ പറ്റുന്ന വിവരമില്ലാത്തവന്മാരുടെ ഒരേ ഒരു പരിപാടിയാണ് ദേഷ്യം കാണിക്കൽ. ഞാൻ അതായിരുന്നു എത്രയോ കാലമായിരുന്നു. എന്നിട്ട് മറ്റേ ഹിന്ദിയിൽ പോയിട്ട് മിലി എടുത്തല്ലോ, അപ്പൊ അജിചേട്ടനെ എന്താ കൊണ്ടുപോകാതിരുന്നത്? അത് അവൻ നോബിളായിരിക്കും എന്നെ കൊണ്ടുപോകാൻ. അല്ലേ അജിചേട്ടനെ കൊണ്ടുപോകേണ്ടതല്ലേ, ശക്തിയായിട്ടുള്ള പ്രതിഷേധമുണ്ട് അല്ലേ അമ്മതെ. എങ്ങനെ സാറിന്റെ പടം അതെ അന്ന് നോബിൾ പറഞ്ഞു ഇവരെല്ലാം കൂടെ രാത്രി പോയി കണ്ടല്ലേ, ലേറ്റ് മിഡ് നൈറ്റ്. അറ്റ്ലീസ്റ്റ് എ ആർ റഹ്മാൻ സാറിനെ കാണാൻ പോയപ്പോഴേലും ചോദിച്ചു അവനോട്, അവൻ കൊണ്ടുപോയില്ല. ഓക്കെ, ഇദ്ദേഹം ഇടിപ്പിച്ച പോലീസ് കുപ്പായത്തിൽ വീണ്ടും കേട്ടുക അല്ലെ, അവിടെ മീറ്ററിന്റെ പ്രശ്നമുണ്ട്. കാരണം ഈ മീറ്റർ അല്ല അവിടെ ആള് കുറച്ചുകൂടെ നാടകമൊക്കെ കളിക്കുന്ന വളരെ കുറച്ചുകൂടെ ഫാമിലി മാൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് ഫോം ചെയ്തെടുത്തത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അജിചേട്ടനെ സ്ഥിരം മൂവിയിൽ കാണുന്ന ഒരു ഷെയ്ഡും വരല്ല, ഇവൻ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും നിപ്പാണെങ്കിലും നടപ്പാണെങ്കിലും അങ്ങനത്തെ ഒരു സാധനം ചേർന്നു. പിന്നെ സാധാരണക്കാർ പോലീസുകാർക്ക് റിലേറ്റ് ചെയ്യണം. സാധാരണ ഒരാൾ ഭയങ്കര എപ്പോഴും സിനിമയിലെ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു പവർ അങ്ങനത്തെ അതോറിറ്റി അങ്ങനെ അതൊന്നും ഇല്ലാത്ത ഒരാൾ
പുള്ളി കേസ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കല്യാണം കഴിച്ച് കുറച്ചായിട്ടുള്ളൂ, 30s അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു സംഭവം. പോലീസുകാരുടെ സാധാരണക്കാർക്ക് പോലീസുകാരോടും നോർമൽ പോലീസുകാർക്കും കേരള പോലീസിന് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇതെല്ലാം ആയിരുന്നു മൈൻഡില്. അപ്പൊ ആദ്യം മീറ്റർ എന്ന് വെച്ചാൽ അയച്ചേട്ടൻ്റെ സ്ഥിരം സാധനമൊന്നും, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ദിവസമൊക്കെ ടേക്ക് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് എടുക്കുമായിരുന്നു. കാരണം എനിക്കും ഏതാണ് കറക്റ്റ് ആയിട്ട് വരണ്ടേ അങ്ങനെയുള്ളത്, പഴിച്ചേട്ടൻ എങ്ങനെ നിൽക്കണം നടക്കണം, നമുക്ക് രണ്ടുപേർക്ക് ആദ്യത്തെ ഒരു ദിവസം ഒരു ഇതുണ്ടായിരുന്നു. കുറേ ടേക്ക് പോയി. പിന്നെ ഒന്ന് രണ്ട് അതുപോലെ നമ്മൾ ഓർഡറിൽ ഷൂട്ട് ചെയ്യാനുള്ള ഇത് നമുക്കില്ലായിരുന്നു. ഇടയിൽ ഷൂട്ട് ഓപ്ഷൻസ് എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് അപ്പൊ ഞാനപ്പോ അത്യാവശ്യം ഓപ്ഷൻസ് ഇഷ്ടംപോലെ എടുത്തു. ടേക്ക് എങ്ങനെ പിടിക്കും. എത്ര ഓപ്ഷൻ ചേട്ടാ? എന്റെ ഹൈയസ്റ്റ് എന്റെ ഓർമ്മയില് 21 ടേക്കാണ് അഹമ്മദ് എടുത്തത്. 21? പക്ഷെ ഇതിന് മുന്നേ ഇന്ററപ്റ്റ് ചെയ്യല്ല, അഹമ്മദിന് മുന്നേ ഞാൻ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ ചെയ്തത്. അവിടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഈഗോ ക്രഷായി. നമ്മൾ അത് ഇവർ ഈ 1 more വിളിക്കുന്നത് ആർക്ക് വേണ്ടി? ഇവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ എന്നുള്ള പണ്ട് വീട്ടുകാർ പഠിക്കാൻ പറയുന്ന ആർക്ക് വേണ്ടിയാ. അപ്പൊ നമുക്ക് ദേഷ്യം വരും, ആർക്ക് വേണ്ടിയാ എന്നുള്ള ഒരു ലേണിംഗ് എനിക്ക് ആ മൂവിന്ന് കിട്ടി. അത് കഴിഞ്ഞ് നേരെ ഞാൻ വരികയാണ് ക്രൈം ഫയൽസ്. ഇയാളെ എത്ര ടേക്ക് വിളിച്ചാലും കൂളാണ് ഞാൻ റെഡി ടു ഡു എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. എനിക്ക് ആ ഫ്രീഡം കേട്ടോ മീൻ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ഫുൾ നിന്ന് തരും. അതായത് അയച്ചെണ്ണ ഈ പറഞ്ഞ പോലെ അപ്പപ്പോൾ ഉള്ള സാധനം മാത്രമേ ബേസിക് ഐഡിയ അറിയാം, പക്ഷെ സീൻ ബൈ സീൻ അങ്ങനെ അറിയത്തില്ല. അപ്പം എന്നോട് എടാ നിന്നിൽ ഫുൾ കോൺഫിഡൻസാ, ഞാൻ നിന്ന് തരുമോ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കുക എന്നുള്ള സാധനം. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം എല്ലാ സീനിലും അങ്ങനെ അയച്ച ഒരു ഫ്രീഡത്തിൽ ഇതുപോലെ എൻ്റെ 54 ദിവസത്തെ 50 ദിവസം അയച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും അവൈലബിൾ ആണ്, എനിക്ക് എല്ലാ ടൈമിലും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരാൾ നിന്ന് തരുമ്പോൾ അപ്പൊ എനിക്കും ഭയങ്കര കോൺഫിഡൻസും ആണ്, നമുക്കെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ചെയ്യിപ്പിക്കാനും എല്ലാം. അഹമ്മദ് ഇപ്പം 2ാമത്തെ ക്രൈം ഫയൽസ് കൂടെ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നാ തിയേറ്ററിൽ ഇനി അഹമ്മദിന്റെ പടം കാണുന്നത്? അതിന്റെ നെക്സ്റ്റിന്റെ പ്രീ നടന്നുകൊണ്ടിരിക്കുക, വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ വർക്കിനിടയ്ക്ക് അതും ചെയ്യണം അല്ലേ? അതെ അതെ. ഇത് ആക്ച്വലി ക്രൈം ഫയൽസ് നമ്മൾ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞ് ആക്ച്വലി 1 വർഷമായി. അപ്പം അതിന്റെ റിലീസ് ഇപ്പം ഉടനെയുണ്ട്, നെക്സ്റ്റ് മന്ത് ഉണ്ട്. അപ്പൊ അതിന്റെ ഫൈനൽ പരിപാടിയിലെ ഓട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. അതിൽ അജുചേട്ടനുണ്ടോ? ഉണ്ട്. ഞാൻ ഇവരുടെ തക്ക ചായ ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ മെസ്സേജ് അയക്കും, ഡേ എന്തെങ്കിലും ഉണ്ടോ. കാര്യം എനിക്ക് പരിചയമില്ലാത്ത ആളായിരുന്നു. നോബിൾ വഴിയാണ് ഞാൻ ഹെലനിൽ വന്നത്. ബട്ട് ഡെഫിനറ്റ്ലി അത് ചെറിയ മാറ്റമല്ല. ചാൻസ് ചോദിക്കുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് കമ്പനി ആവുന്നത്. അതെ, അല്ല വേറൊന്നുമല്ല, നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഞാൻ ഡയറക്ടേഴ്സിന്റെ കൂടെ പരിചയപ്പെടുന്നത് ഈ സ്ക്രിപ്റ്റ് പറയാൻ വരുമ്പോഴല്ല. അതെനിക്ക് ഭയങ്കര ഉറക്കം വരുന്ന കാര്യമാണ്. അത് വിത്ത് ഒരു ഡിസ്റെസ്പെക്ട് വെച്ച് ഞാൻ പറയുന്നതല്ല. ഒരാൾ 2 മണിക്കൂർ എന്നോട് മാത്രം സംസാരിച്ചാൽ എനിക്ക് ഉറക്കം വരും. സ്ക്രിപ്റ്റ് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അത് സംസാരിക്കാനും പറ്റില്ല. എനിക്കും സംസാരിക്കണം, കാര്യം ഞാൻ കുറേ സംസാരിക്കും. ഷോട്ടിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ട സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കുക. അപ്പോൾ ആ സമയമാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഡൗട്ടും അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും. അപ്പം ഇവർക്ക് ക്ലാരിറ്റി ഉണ്ട്. അവിടെ എൻ്റെ ഒരു സജഷനും അവർക്ക് ആവശ്യമില്ല. അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രം ഞാൻ ചെയ്താൽ മതി. എന്ത് സിമ്പിളാ പ്രോസസ്സ്. നമുക്ക് 2 പേർക്കും പ്രയോജനപരമാകുന്നത് നമ്മുടെ കഥാപാത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ വേഷം അല്ലെങ്കിൽ എന്തൊക്കെ ലുക്ക്, എങ്ങനെ എന്തൊക്കെ പറയാം. ഞാൻ അധികം ഡയലോഗിലും കയറി പറയാറില്ല, എഴുതി വെച്ചേക്കുന്ന തന്നെ പറയാറില്ല. എന്തെങ്കിലും ചില വാക്കുകൾ ഡബിങ് സമയത്ത് ഒട്ടക്കുന്ന ഉറപ്പാണെങ്കിൽ ഞാൻ ചോദിക്കാളിയാ ഇത് ഒട്ടക്കും, വെറുതെ മെനക്കേടാവും. ഇംഗ്ലീഷോ മലയാളമോ എല്ലാം ആക്കി തരുമോ, അല്ലെങ്കിൽ മലയാളം പറ്റില്ലെങ്കിൽ ഇംഗ്ലീഷ് ആക്കി തരുമോ, ചില വാക്ക് അതേ ഉള്ളൂ. മേക്കപ്പ് ചെയ്യാം, അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ. പിന്നെ ഇത് 2ഉം പോലീസാണ്, നമുക്ക് അധികം മേക്കപ്പിന് ആവശ്യമില്ല. പക്ഷെ ഇത് കാരണമാണ് എനിക്ക് മിന്നൽ മുരളി ബേസിൽ കോൺഫിഡന്റ് ആയത്, ഹെലൻ ആയതുകൊണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങാത്തൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, മിഥുൻ മാനുവലിന്റെ, അതും കേരള ക്രൈം ഫയൽസിന് മുന്നേ. സോ KCF-ന് ഇതെല്ലാം ഹെൽപ്പ് ചെയ്തെന്ന് ഞാൻ പറയാൻ കാര്യം, മാത്തുക്കുട്ടിയുടെ കോളാണ്. ഞാൻ അഹമ്മദിനോട് പറഞ്ഞില്ലേ, എടാ മാത്തു വിളിച്ചു KCF കണ്ടിട്ട്, അവിടെയാണ് എൻ്റെ പ്രൈമറി വിജയം വന്നത്. കാര്യം എന്നെ ആദ്യം യൂണിഫോം ഇടിച്ച ആള് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഒരു യൂണിഫോം ഇടുമ്പോ ഒരു പവർ വരില്ലേ ചേട്ടാ? പൊതുവെ നമുക്ക് ഈ അഹമ്മദിന്റെ ബ്രീഫിംഗിൽ അതായിരുന്നു, ഇയാൾ സ്കൂൾ മാഷാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ പവർ പോയി. പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ, നമ്മൾ ഇടുമ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് അത് യൂണിഫോമിന്റെയും ബെൽറ്റിന്റെയും ആ ഷൂവിന്റെയും ഒരു പിടുത്തം വരും. ആ അൺവാണ്ടഡ് നമുക്ക് തോന്നും. പിന്നെ മനസ്സിൽ മമ്മൂക്കയും സുരേഷ് ഏട്ടനും പൃഥ്വിരാജൊക്കെ വരും. അപ്പോ ഇതെല്ലാം കില്ല് ചെയ്യണം. അപ്പൊ ഞാൻ എടുത്ത റെഫറൻസ് സൈജു ഏട്ടൻ ഓഫ് അന്താക്ഷരി കമ്പനിയിലെയോ മുഖത്തിലെയും ലാൽ സർ നമ്മൾ കോപ്പിയുടെ ഇല്ല, നമുക്കൊരു ഒരു റെഫറൻസ് അത് 2 ഉള്ളിൽ ഞാൻ എടുത്തു. ബിക്കോസ്
അതിലെ ഡയലോഗ് ഡെലിവറീസിനൊക്കെ അത് ഉണ്ടാവും. അജി ചേട്ടനെ ഇനി കാണണം എന്ന് ഇതുവരെ കാണാത്ത ഏതെങ്കിലും ക്യാരക്ടറായിട്ട് ഇനി നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? യു ബോത്ത്. ഇദ്ദേഹമാണ് വെറൈറ്റീസ് കൊടുക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ, നമ്മള് എഴുതുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും. ഇതുവരെ കാസ്റ്റിംഗിൽ നമ്മൾ ട്രൈ ചെയ്യാത്തൊരു പരിപാടി എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മള് ശരിക്കും ഇങ്ങനെയാണ്, നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അവരെ ഇതിനു മുന്നേ വരാത്ത രീതിയിൽ എങ്ങനെ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കി ഇതിൽ ഏതെങ്കിലും അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുക. അങ്ങനെ നമുക്ക് കുറച്ച് ഫേവറേറ്റ് ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ തലയിൽ തോന്നി തുടങ്ങിയിട്ടില്ല. തോന്നി തുടങ്ങണേ. അതെ, ഈ മുഖം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അതെ അതെ, ആക്ടറാണ്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഒരു ലൈഫ് നെറ്റിലേക്ക് വന്ന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായതിൽ ഒത്തിരി സന്തോഷം. അജുചേട്ടനോട് ചേർന്ന് ഞാനും കൂടെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു അല്ലേ, താങ്ക് യു വന്നതിൽ. ഇനി ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഹായ് അജിച്ചേട്ടാ, നമസ്കാരം. എൻ്റെ പേര് അമൽ അബ്രഹാം, ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ തട്ടത്തിമറയത്തിലൊക്കെ കണ്ടിരിക്കുന്ന ചിഞ്ചു മഞ്ജു ഒക്കെ വിളിച്ച് തമാശക്കാരനായിട്ടുള്ള ഒരു അജിച്ചേട്ടനെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ കണ്ട ക്യാരക്ടർ പപ്പേട്ടനാണ്, അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പൊതുവെ, പോലീസുകാരനൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീണ്ടും നമുക്കൊരു തമാശക്കാരനായിട്ടുള്ള അജിച്ചേട്ടനെ എപ്പോഴാണ് കാണാൻ സാധിക്കുന്നത്? താങ്ക് യു. പേര് ശ്രദ്ധിച്ചോ? അമൽ അബ്രഹാം, എൻ്റെ അനിയനാ. ഓ ഓക്കെ, കാഴ്ചയിൽ രണ്ടുപേരാണ് കേട്ടോ, മാച്ചില്ല. താങ്ക് യു അമൽ. കോമഡി വേഷം ഇപ്പം നിഖിലയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൽ ഇച്ചിരി ഹ്യൂമർ റോളാണ്. ഞാൻ നേരത്തെ നയൻതാര മാമിന്റെ കൂടെ ഒരു ചെറിയ ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. ആരുടെ പടാന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര രസമുള്ളൊരു സിനിമ ആവട്ടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നത്. അതിലൊക്കെ ഇപ്പൊ ഇച്ചിരി ഫൺ റിലേറ്റഡ് വേഷങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആ പഴയ അജിച്ചേട്ടനെ അങ്ങനെ തന്നെ കിട്ടാൻ. എനിക്കും ഒരു സമയത്ത് ഇപ്പൊ ഈ ഫണ്ടിന്റെ ഒരു മീറ്റർ മാറിപ്പോയല്ലോ, അപ്പൊ നമ്മളും കൺഫ്യൂസ്ഡ് ആണ് ഏതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. ഇപ്പൊ ലവന്റെ കൺസ്ട്രക്ഷനും ചില പരസ്യമൊക്കെ ഞാൻ ചെയ്ത് നോക്കും ഈ ടെസ്റ്റ് അടിക്കാൻ. കോക്കിനെ പേടിച്ച് മാറിയതാണോ? കോക്കെന്ന് മാത്രം പറയുന്നില്ല, പേടിച്ചൊന്നും അല്ല. കോക്കിന്റെ ഒക്കെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഉണ്ണിയുടെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒക്കെ അങ്ങനത്തെ ആരും ഹൂവർ പ്രേക്ഷകരുടെ ക്രിറ്റിസിസം ഞാൻ അതിനെ റൈറ്റ് ആയിട്ട് കാണാറുള്ളൂ. അവർ മോശം എന്ന് പറയുമ്പോൾ അവർ വെറുതെ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലത് കണ്ടാൽ അവർ നല്ലത് പറയുന്നില്ലേ, എത്രയോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അവർ നല്ലത് പറഞ്ഞതാണ് മോശം പറഞ്ഞതിനേക്കാളും കൂടുതലുള്ളത്. അപ്പൊ ആ ഒരു കടപ്പാട് അവരോടുണ്ട്. അവർക്ക് നല്ലത്, നമുക്കൊരു കൊതിയും വരും അവരെ കൊണ്ട് നല്ല പറയിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗസ്റ്റിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ആരാണ്? Here we have Anjali. നമസ്കാരം. Hi dear. ഇപ്പൊ ഞങ്ങള് ലവന്റെ കൺസ്ട്രക്ഷൻ പൊളിച്ചിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴോ പറഞ്ഞു ഈ റിലീസ് കഴിയുമ്പോഴത്തേക്കും യു വിൽ ബി സെലിബ്രേറ്റഡ്. അത് അതിന്റെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓതർ സപ്പോർട്ട് ഹ്യൂജ് ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പോയാൽ മതിയായിരുന്നു. അപ്പം അത് ചെറിയ കാര്യമില്ല. ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യേണ്ട വ്യക്തികളിൽ ഒരെണ്ണമാണ്, വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ ജോജു ഏട്ടൻ സെവൻസിൽ ഞാൻ നന്നായി ഇന്ററാക്ട് ചെയ്ത് ഫസ്റ്റ് പരിചയപ്പെടുന്ന അവിടെ. ഭയങ്കര രസകരമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ട്രാവലൊക്കെ ഞാൻ പിന്നെ അറിയണേ. അതേപോലെ ഞാൻ ബിടെക്കിൽ കണ്ടിട്ടുണ്ട് എന്നെ. ബിടെക്കില് 2018 ബിടെക്കില് വളരെ പ്രാധാന്യം കുറഞ്ഞൊരു വേഷമായിരുന്നു അതിൽ. എനിക്കും അതിൽ വലിയ പ്രാധാന്യമുള്ള വേഷമല്ല, ഫ്രണ്ടിന്റെ പടമായതുകൊണ്ട് പോയതാ. പക്ഷെ ഞാൻ ജില്ലയാൻ പോയതാ. പക്ഷെ ഞാൻ അന്ന് തൊട്ട് അത് ആസ്പയർ ചെയ്ത് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കരിക്കിന്റെ ഒരു പൊരുൾ. സോ അതുകൊണ്ട് തന്നെ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഇത് ഹ്യൂജ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. ഏതൊരു നമ്മൾ ഫീനിക്സിൽ വർക്ക് ചെയ്താണ്. ഫീനിക്സില് ഭഗത്തിന്റെ വൈഫായിട്ട് പുള്ളിക്കാരി ഉണ്ട്, അഞ്ചു ഉണ്ട്. അതുകൊണ്ട് ഇപ്പം പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടപ്പോ അതുകൊണ്ട് അത് മനസ്സിലാവുമല്ലോ നമുക്ക്. ഇപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങള് മനോരമയുടെ നമ്മുടെ പ്രോഗ്രാം നായകൻ അതിന്റെ ആദ്യം സെലക്ടഡ് ആയിട്ടുള്ള 25 ആൾക്കാർ അല്ലെ, 25 ആൾക്കാരിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് എനിക്കറിയാം. സോ നിങ്ങളെ രണ്ടുപേരും മാറിപ്പോട്ടോ.
ഈ ഒരു ക്യാരക്ടർ അല്ലെ, ഇയാള് വളരെ പുരോഗമനവാദിയായിട്ടുള്ള ഒരാളാണ്. അജിചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേന് അജിചേട്ടൻ വളരെ ടിപ്പിക്കലാണ് അല്ലെ, ഓർത്തഡോക്സ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അജിചേട്ടൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം മൊത്തത്തിൽ മാറ്റി പിടിക്കണമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കോമ്പിനേഷൻ? ലിസിയുടെ വരവിൽ പപ്പന്റെ ചേഞ്ച്, പപ്പൻ റിയൽ ലൈഫിൽ ഞാൻ തന്നെയാണ്. ആ കുറെയൊക്കെ എനിക്കതില് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര അപ്ഡേഷൻസ് അങ്ങനെ താല്പര്യപ്പെട്ടു പോയി അതിനെ കുറിച്ച് പോയി പഠിക്കാൻ താല്പര്യമുള്ള ആളല്ല. മടി കാരണം ആരെങ്കിലും വന്ന് തന്നെ, ഇപ്പൊ അരുൺ ചന്തുവാണ് എന്റെ ആ കാര്യത്തിലുള്ള മെന്റർ. എന്ത് കാര്യവും പുതിയത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഏത് സിനിമയുടെ ലുക്കും ഞാൻ അയച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിനാണ്. ഫസ്റ്റ് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കും. അപ്പം എസ്തെറ്റിക് ആയിട്ടുള്ള സജഷൻസ്, കാര്യം ബേസിക്കലി അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ്, പോസ്റ്റർ ക്രിയേറ്റീവ് ഡിസൈനറാണ്. അപ്പൊ ദേ നോ കളർ സെൻസസ് അതെല്ലാം. അപ്പൊ എന്റെ എല്ലാത്തിനും ഫൈനൽ ചെക്കിൽ ഇപ്പൊ ഇതില് പോലും ഞാൻ ആ ക്ലീൻ ഷേവ് ഫോട്ടോ, നദികളി സുന്ദരിയിൽ ഞാനൊരു പല്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെച്ചത്. കാര്യം പല്ല് മാത്രമാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല്ല് മാത്രം, ഇത് വരുമ്പം അത് ബാലൻസ്ഡ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡിസ്കസ്. അപ്പൊ ഈ അപ്ഡേഷൻ എനിക്ക് ജീവിതത്തിൽ ഇച്ചിരി വേണ്ടത് അവിടുന്ന് കിട്ടും. അപ്പൊ അത് എനിക്ക് എപ്പോ വേണേലും കിട്ടും. അതുകൊണ്ട് ഞാൻ പോയി എഫേർട്ട് എടുത്തൊന്നിനും ഇരിക്കാറില്ല. സോ പപ്പൻ വാസ് വെരി ക്ലോസ്. അപ്പൊ പപ്പന്റെ ലൈഫിൽ ഇദ്ദേഹം വരുമ്പം ശീലങ്ങൾ എന്നെ മാറ്റിയിട്ടില്ല, എന്റെ കാഴ്ചപ്പാടുകളാണ് മാറുന്നത്. പപ്പൻ രാവിലെ എണീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലിസി വന്നാലും ചെയ്യും. ലിസിക്ക് ജീവൻ കൊടുത്ത ആൻ വന്നപ്പോൾ ആൻ ബേസിക്കലി ലിസിയാണ് എനിക്ക് ഫീൽ ചെയ്തു. അല്ല, അവിടെ ആരോ പറയണ്ടായിരുന്നു. എനിക്കൊന്ന് രണ്ടുപേർക്ക് ഇണങ്ങുന്ന കഥാപാത്രങ്ങളാണ് കൊടുത്തത്. എനിക്കൊന്ന് അജിചേട്ടന്റെ ഒരു നല്ല കോമ്പിനേഷൻ വേഷങ്ങൾ അല്ലെ, അതുപോലത്തെ പൊതുവെ അജിചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സീരിയസ് പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു ഹീറോയിനായിട്ടൊരു അടിപൊളി കോമ്പിനേഷൻ വേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആളുകൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഏറ്റവും ആസ്വദിച്ച ഒരു സീനായിരുന്നു ഗ്രോസറി ഷോപ്പ്. പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് ലൊക്കേഷൻ എന്തോ കിട്ടി, ഇന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താ പറയണ്ടെന്ന് പറയും. അപ്പൊ വിഷ്ണുവിന്റെ ഒരു പാറ്റേൺ അങ്ങനെ ഇന്ന് വന്നിട്ട് അളിയൻ ഒരു കാര്യം ചെയ്തോ, ഇങ്ങനെയൊക്കെ ഓറഞ്ച് ഒക്കെ എടുത്തോണ്ടിരുന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രേ ഉള്ളോ? അപ്പൊ വിച്ച് ഇസ് നൈസ്. അങ്ങനെ കേട്ടപ്പോൾ നമുക്കും അത് ഭയങ്കര രസം തോന്നി. രസമായിരുന്നു, ഫണ്ണായിരുന്നു. നമ്മൾ ഭയങ്കര കൂളാക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാവും. അപ്പം ഭയങ്കര കൂളാക്കി വെച്ച് ഈ പറയുന്ന കാര്യം ഞാനും അവിടെ നിന്ന് തന്നെയാണ് ഓരോ പെർഫോമൻസും നമ്മൾ അപ്പൊ കാണുകയാണ്. ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ആൻഡ് ഈ പറയുന്ന പോലെ പുള്ളിക്കാരൻ്റെ ഒരു കോമ്പിനേഷൻ, ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടറിന്റെ കൂടെ ഒരു പെയറാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഭയങ്കര കിട്ടുന്ന റെസ്പോൺസ് ആയിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറെ വലിയൊരു ഇത് കിട്ടി. അപ്പം ഒരുപാട് സന്തോഷം. ഞാനും ആക്ച്വലി പ്രീമിയറിന് 4 എപ്പിസോഡ് ഇട്ടപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്, ലൈക്ക് ത്രൂ ഔട്ട്. അല്ലെങ്കിൽ ഞാൻ ഡബിന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോഴും അജുബ്രോടെ ഇത് കണ്ടപ്പോൾ ഭയങ്കര നമ്മളെല്ലാരും ചിരിക്കുകയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അതും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി ഒരു 4 എപ്പിസോഡിന്. എല്ലാവരും കൂടെ ചിരിക്കുകയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. 15 yearsന്റെ ഐ നെവർ തോട്ട് എനിക്ക് ഇവിടെ ഒരു ഭാഗമാകാൻ പറ്റും. ആദ്യം മലർവാടി കണ്ടപ്പോൾ ഇവനൊക്കെ ഇന്ന് വന്നേ 15 വർഷം. താങ്ക് യു ഫോർ കമ്മിങ്. സോ ഹാപ്പി. കാര്യം വളരെ സർപ്രൈസ് ആയിരുന്നു. സോ നമ്മുടെ ആ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വരിക, ആക്ച്വലി ഇത് ഞാനും കൊണ്ട് അറിഞ്ഞാണെങ്കിലും പക്ഷെ ഭയങ്കര സന്തോഷമാണ്. ആ ഒരു ഇവരൊക്കെ നമുക്ക് വളരെ ഡിയർ ആൻഡ് സിനിമ എന്ന് മാത്രമല്ല ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലേണിങ്ങുകൾ കിട്ടുന്ന വ്യക്തികളാണ്. സിനിമാറ്റിക്. അജിചേട്ടൻ എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുന്നു. ആ ഒരു ഒരു വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞ മൂവിയിലൂടെ പിന്നെ ചേട്ടൻ എഞ്ചിനീയറിംഗ് വർക്കിംഗ് കാര്യത്തിലൊക്കെ ചേട്ടൻ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ചേട്ടൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയിൽ വരാൻ കാര്യം സുഹൃത്താണ്, നിലനിൽക്കാൻ കാര്യം ഇതേപോലത്തെ സുഹൃത്തുക്കളാണ്. ലാസ്റ്റ് ഇറങ്ങിയ സിനിമ പോലും വിഷ്ണു രാഘവ് ഫ്രണ്ട് ഓഫ് മൈ, അയാളുടെ കൂടെ പകിട ചെയ്യുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട അയാളെ നടനായ സമയത്ത്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെ കേസിൽ അത് ഞാൻ കോംപ്ലിമെന്റ് ആയിട്ട് ഒരാൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ കൂട്ടുകാരുള്ളതുകൊണ്ട് സിനിമയിൽ നിലനിൽക്കുന്ന വ്യക്തി. എനിക്കത് ഭയങ്കര അഭിമാനമായിട്ട് തന്നെ എടുത്തു. അതുകൊണ്ട് തന്നെയാടാ ഞാൻ നിൽക്കുന്നത്. അച്ഛാ, നമ്മൾ അടുത്തായിട്ട് പോകുന്ന ഒരു ചെറിയ ഗെയിമിലേക്കാണ്. നമ്മൾ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അവരെ കുറിച്ച് അജിചേട്ടൻ ഒരു 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. വിനീത് ശ്രീനിവാസൻ, ഹംബിൾ. ദിലീപേട്ടൻ,
പാഷനേറ്റ്, നിവിൻ പോളി, ഫണ്ണി, ധ്യാൻ, അൺപ്രഡിക്റ്റബിൾ, നയൻതാര, റെസ്പെക്ട്, നസ്രിയ. എനർജറ്റിക്. നസ്രിയ ആസ് ആൻ ആക്ടർ നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുന്നേ അറിയാം. പിന്നെ അത് കഴിഞ്ഞ നമ്മൾ കണ്ടല്ലോ സൂക്ഷ്മദർശി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫഹദിന്റെ വൈഫായിട്ട് നമ്മൾ കാണുന്നു. ആ ഒരു ഗ്രോത്ത് പറയുകയാണെങ്കിൽ ആസ് എ പ്രൊഡ്യൂസർ നസ്രിയാണല്ലോ പ്രേമലു ആവേശത്തിന്റെ ഒരു പ്രൊഡ്യൂസർ. അതാണല്ലോ ഏറ്റവും വലിയ ഗ്രോത്ത്. ബേസിൽ ജോസഫ്. കുസൃതിക്ക് എന്താ ഇംഗ്ലീഷ്? നോട്ടി. അതന്നെ. ആണോ? ഞാൻ കുസൃതി എന്ന് പറഞ്ഞ ബേസിൽ എങ്ങനെയാണെന്നറിയോ, എല്ലാവരിലും ചെറുപ്പത്തിലൊരു കുസൃതി ഉണ്ട്. ആ കുസൃതി കളയാതിരിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാവുന്നു. എന്നിൽ നിന്ന് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബേസിൽ അത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് ക്വാളിറ്റി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കുട്ടിത്തം അത് കളയരുത്. അടുത്തൊന്നും ഞാൻ അങ്ങനത്തെ കുട്ടിത്തെ ആസ്വദിച്ചിട്ടുള്ള ഒരു വലിയ പേരാണ് മോഹൻലാൽ സാർ. മനസ്സിലായി? ലാൽ സാർ ഇന്നും അത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വൈബ്രൻസും ഒരു ചാമും ഒക്കെ ഫീൽ ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു ഹോൾഡ് ചെയ്യുന്ന വേറൊരാള് ബേസിലാണ്. ടോവിനോ തോമസ്. ഡെഡിക്കേഷൻ. രാജേട്ടനായിരിക്കാം നമ്മൾ ഇതിന് മുന്നേ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് എല്ലാം ഇൻ പ്രോസസ്സിൽ ഞാനും പ്രേക്ഷകനായിട്ട് അദ്ദേഹത്തിനോട് ഇടപെട്ടിട്ടുള്ളൂ, പരസ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ക്ലോസ് റേഞ്ചിൽ അധികം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് തോന്നും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അത് ടൊവിയും അത് മേ ബി ടൊവിയും ഇൻസ്പയർഡ് ബൈ രാജേട്ടനാന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് കാണാനുണ്ട്. കാര്യം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമയിൽ നൈറ്റ് ഷൂട്ട് രാവിലെ 6 മണി വരെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം ഹോഴ്സ് റൈഡിങ് ഇമ്പ്രൂവ് ചെയ്യാനും അത് കഴിഞ്ഞ് കളരി പൈറ്റിന്റെയും കഴിഞ്ഞ് ഉച്ചക്കത്തെ അദ്ദേഹത്തിന്റെ മീലും കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വർക്ക്ഔട്ടും കഴിഞ്ഞിട്ടാണ് റെസ്റ്റിന് പോകുന്നത്. അപ്പൊ അത് മീലെന്ന് പറയുന്നത് ഡയറ്റ് ഫുഡാണ്. എന്തോ ചിക്കന്റെ ഒരു കഷ്ണം എന്തൊക്കെ ഉള്ളൂ. ഒരുപാട് ഇഞ്ചുറീസ് വാൾപ്പയറ്റിലൊക്കെ വന്നു ഈ രണ്ടുപേർക്കും. അതിൽ ഓപ്പോസിറ്റ് പ്ലേ ചെയ്ത അദ്ദേഹത്തിന്റെ പേര് ശിവജിത്ത് എന്നും ടൊവിക്കും ഒരുപാട് ഇഞ്ചുറീസും വന്നു. ഉറക്കം കളഞ്ഞ് ഭക്ഷണം വേണ്ടാന്ന് വെച്ച് ശാരീരികമായ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമല്ല. ഇതേ സ്റ്റേച്ചറുണ്ട്, അപ്പുറത്തൊരു ബിരിയാണി ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ബിരിയാണി കഴിച്ചു. ആ നോ പറയുക എന്ന് പറയുന്ന ഭയങ്കര ടാസ്ക് ആണ്. പ്രണവ്. ഹൃദയത്തിലും വർഷങ്ങളിലും കമ്പയർ ചെയ്ത വർഷങ്ങൾക്ക് നല്ലൊരു മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. ഒരു രാത്രി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ബോയ്. ഞാൻ ഇങ്ങനെ അന്ന് പറഞ്ഞത് പിറ്റേ ദിവസം, അതായത് ആ രാത്രി വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൂന്നാറിലാന്ന്. പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ധ്യാനോടും വിനീതിനോടൊക്കെ പറഞ്ഞേ, ആ വെളുപ്പിനെ 3 മണിക്ക് ഞാൻ ഇയാളോട് നമുക്ക് കൊച്ചി പോകാന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നേനെ. അതായത് നാളെ ഷൂട്ട് ഉണ്ടെങ്കിലും എനിക്കിപ്പോ അത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനെ പോലാന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആയിരിക്കാം. അത് വെച്ചിട്ട് ഇപ്പൊ എനിക്കും തോന്നി ഈ മകനും മറ്റുള്ള ഒരാളുടെ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പം നമുക്കെന്നാ കൊച്ചി പോകാന്ന് പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞ് പോയത് വന്നേനെ എൻ്റെ കൂടെ. ഞാൻ കമന്റ് ചെയ്യാൻ ഒരു വ്യക്തിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ടു സ്മോൾ ഫോർ ഇറ്റ്. ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന സിനിമയിലോട്ട് നമ്മൾ വരാനുള്ള കാരണക്കാരിൽ പ്രധാനി മമ്മൂക്ക. അഗെയിൻ സെയിം ലൈക്ക് മോഹൻലാൽ സാർ. മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ആദ്യമായി സിനിമ കാണുന്നത് തിയേറ്ററിൽ പോയിട്ട് വടക്കൻ വീരാതെ. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന മലർവാടിയുടെ പൂജയ്ക്ക് വന്ന മഹനീയ വ്യക്തികളിൽ ഏറ്റവും പ്രാധാന്യം അദ്ദേഹം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സൂപ്പർ സ്റ്റാർ അദ്ദേഹമായിരുന്നു, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. എൻ്റെ കുട്ടികളുടെ 1ാം പിറന്നാളിന് വന്ന ഏറ്റവും വലിയ ഗസ്റ്റ് അദ്ദേഹമായിരുന്നു. സോ അഗെയിൻ അഭിനയം പഠിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞ ഫാൻഷിപ്പ് മേ ബി ലിറ്റിൽ മോർ ടു ലാൽ സർ, ബട്ട് ആസ് ആൻ ആക്ടർ these two people have a huge contribution. അപ്പോൾ അജിച്ചേട്ടാ, ഈ ഒരു ലൈഫ് നെറ്റ് ടിവിയുടെ 15 years ഓഫ് അജു വർഗീസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതിനും ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും ഒത്തിരി സന്തോഷമുണ്ട്. വെറുതെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അജിച്ചേട്ടന് ഞങ്ങൾ ഇവിടുന്ന് ഒരു മൊമെന്റോ ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സിനെയും ആൻസലിമിനെയും ഒക്കെ നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. പ്ലീസ് ബി ഓൺ സ്റ്റേജ്. സോ 15 years ഓഫ് അജു വർഗീസ്. നല്ലൊരു കൈയടി. Thank you so much. ഈ പൊന്നും മാമച്ച എന്നുള്ള വിളി കേരളം മുഴുവനുണ്ട്. അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു നടനായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു കോമഡിയൊക്കെ ചെയ്യുള്ളൂ. പിന്നെയാണ് ആള് ഭയങ്കര സീരിയസ് ആണെന്നുള്ളത് മനസ്സിലായത്. അദ്ദേഹം തുടങ്ങിച്ച വെള്ള ഷർട്ട് ശരിക്ക് അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിരപ്പള്ളിയിൽ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. ഡയറക്ടേഴ്സിനും ഒരുപാട് സന്തോഷം. സോ ഗൈസ്, വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ ഷെയർ ചെയ്യാണ്. അതായത് ലൈഫ് നെറ്റ് ടിവിയുടെ സിൽവർ പ്ലേ ബട്ടൺ റിസീവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അജു ചേട്ടൻ. അത് നമുക്ക് വേണ്ടിയിട്ട് റിവീൽ ചെയ്യുന്നു. ആ ഒരു സന്തോഷം കൂടി നിങ്ങളോട് എല്ലാവരോടും നമ്മൾ ഷെയർ ചെയ്യുന്നു. യൂട്യൂബിന്റെ ഒരു ലെറ്റർ ഒക്കെ ഉണ്ട്. ഒരു ലെറ്റർ ഉണ്ട്.
താങ്ക് യു അജു ചേട്ടാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു എവ്രി വൺ. സോ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, ഒരുപാട് എക്സ്പീരിയൻസസ് കേട്ടു. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് 15 years ഓഫ് അജു വർഗീസ്. ഇനിയും ഈ സ്റ്റേജിൽ തന്നെ ഒരു 30 years, ഒരു 50 years ഒക്കെ ആഘോഷിക്കാൻ അജു ചേട്ടനെ നമുക്കിവിടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.